പച്ചക്കള്ളമാണോ അമേരിക്ക പറഞ്ഞത്? ലോകം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. കാരണം ട്രംപിൻ്റെ ആണവ പരീക്ഷണം എന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, അത് വെറും പ്രഹസനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്. ഇതിനുള്ള ശേഷിയൊന്നും അമേരിക്കയ്ക്കില്ല എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. സത്യത്തിൽ അമേരിക്കയ്ക്ക് അടിപതറി തുടങ്ങിയോ? പല വാർത്തകളുമൊക്കെ നമ്മൾ ദിനം തോറും നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്ത് പോകുമ്പോഴും എന്താണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ നമ്മൾക്ക് അറിയാൻ വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ വരുന്ന വാർത്തകളെല്ലാം വെച്ച് വിശകലനം ചെയ്ത് നോക്കുമ്പോഴും എങ്ങനെയൊക്കെ തട്ടിച്ച് നോക്കുമ്പോഴും പലതരത്തിൽ അമേരിക്ക ഇപ്പോഴും ആ ഒരു ഷെല്ലിനുള്ളിൽ പതുങ്ങിയിരിക്കുമ്പോഴും ആ ഷെൽ മാത്രമാണ്, അതൊന്നും മുട്ടിക്കഴിഞ്ഞാൽ അത് മുട്ടത്തോട് പൊട്ടിപ്പോകുന്നത് പോലെ തന്നെ പുറം പാളി മുഴുവൻ പൊളിഞ്ഞ് അതിനുള്ളിൽ എന്താണ് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാകുമെന്നൊക്കെയാണ് പല സാമ്പത്തിക വിദഗ്ധരും ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് മുഴുവനും പ്രഹസനമാണ്, പിടിച്ചു നിൽക്കണ്ടേ, അതുകൊണ്ട് കാണിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ റഷ്യയോട് മത്സരിക്കാൻ ഒരുമ്പിട്ട് നിൽക്കുന്നു അമേരിക്ക എന്നുള്ള ഒരു ചിന്ത കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപ്. ഇത്തരത്തിൽ ആണവ പരീക്ഷണങ്ങൾക്കൊക്കെ ഒത്ത ഒരു സമയമാണോ ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനം? റഷ്യയുടെയും ചൈനയുടെയൊക്കെ ആണവ ശേഷിയോട് കിടപിടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് അമേരിക്കയുടെ ആണവ ശേഷിയിലെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയെ കൂടിയല്ലേ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു തളർച്ചയെ ചൂണ്ടിക്കാണിക്കുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളത് പോലും സംസാര വിഷയമാണിപ്പോൾ. ഈ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് അമേരിക്കയിൽ ഇനിയൊരു ആണവ പരീക്ഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം എടുക്കുമെന്നാണ് പറയുന്നത്. അതിനായിട്ട് കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വരും എന്നുകൂടി വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. സത്യത്തിൽ ഈ ട്രംപിൻ്റെ വാചകമടിക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ട്രംപ് റഷ്യയ്ക്കും ചൈനയ്ക്കും തുല്യമായി നമ്മുടെ ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ യുദ്ധവകുപ്പിന് വീണ്ടും നിർദ്ദേശം നൽകിയതായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഈ തയ്യാറെടുപ്പുകൾക്ക് ഉടൻ ആരംഭിക്കുമെന്ന് കൂടി മൂപ്പിലാൻ പറയുകയും ചെയ്തു. എന്നാൽ 3 പതിറ്റാണ്ടുകളായിട്ട് ആ ഒരു രാജ്യത്ത് നടത്തിയിട്ടില്ലാത്ത ഭൂഗർഭ ആണവ സ്ഫോടനങ്ങളെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു കളിയാക്കൽ, പരിഹാസം കൂടി പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 3 പതിറ്റാണ്ടുകളായിട്ട് അവിടെ യാതൊരു തരത്തിലുമുള്ള കാര്യങ്ങളും നടത്തിയിട്ടില്ല ഈ ആണവപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ എന്നുള്ളതാണ് ഈ വാഷിങ്ടൺ പോസ്റ്റിലൊക്കെ ഉൾപ്പെടെ വരുന്ന വിമർശനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഇത്തരം ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതികരണത്തിന് അത് കാരണമാകുമെന്ന് റഷ്യ കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്കറിയാം, റഷ്യ 2 ന്യൂക്ലിയർ വെപ്പൺസാണ് പരീക്ഷിച്ചല്ലേ. ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന പെസൈഡോൺ എന്ന് പറയുന്ന അന്തർവാഹിനി അല്ലെ, ജലത്തിനടിയിലൂടെ സമുദ്രത്തിനടിയിലൂടെ പോകുന്ന എത്രയോ മടങ്ങ് ശേഷികളോളം കിലോമീറ്റർ ദൂരം വേഗതയുള്ള ഒരു ആണവ ഉപകരണം തന്നെയാണ് പരീക്ഷിച്ചത്. മറ്റൊന്ന് ബ്യൂറേവെസ്നിക് എന്ന് പറയുന്ന ആണവ മിസൈലാണ് പരീക്ഷിച്ചത്. ഇത് രണ്ടും പരീക്ഷിച്ചതോടു കൂടിയാണ് അമേരിക്ക മാത്രമല്ല കേട്ടോ, അമേരിക്കയുടെ മാത്രം കിളിയല്ല പോയത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, നാറ്റോ ആയിക്കോട്ടെ, എല്ലാവരുടെയും തന്നെ കിളിപാറി എന്ന് പറയുന്ന ഒരവസ്ഥ റഷ്യ ഈ ഒരു മിസൈലും ഈ ഒരു അന്തർവാഹിനി സമാനമായിട്ടുള്ള ഒരു വെപ്പണും കൂടി പരീക്ഷിച്ചതിൽ നിന്ന് ലോകമൊക്കെ ഞെട്ടി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് വരുമ്പോൾ, അമേരിക്കയുടെ ആണവ പരീക്ഷണങ്ങളൊക്കെ നടന്നിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടോളമെങ്കിലും ആയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതിൽ നൊവാഡ എന്ന് പറയുന്ന ഒരു പരീക്ഷണ സ്ഥലമുണ്ട്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് 1992 അമേരിക്ക അവസാനമായിട്ട് ആണവ സ്ഫോടനം നടത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ നൊവാഡ എന്ന് പറയുന്നത്.
പരീക്ഷണ സ്ഥലമാണിത്. ഇപ്പോൾ കമ്പ്യൂട്ടർ സിമുലേഷനുകളും സബ് ക്രിട്ടിക്കൽ ടെസ്റ്റുകളും മാത്രമാണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അമേരിക്കയുടെ ആണവ ശേഖരം സുരക്ഷിതമാണ് എന്ന് ഉറപ്പിക്കാൻ ഇത് മാത്രം മതി എന്നുള്ളതാണ് ഇതുവരെയുമുള്ള വാദം. ഇത് വരുമ്പോഴാണ് നമ്മൾ അവരുടെ എയർക്രാഫ്റ്റിൻ്റെ ദുർബലതയൊക്കെ നമുക്ക് മുൻപിൽ തെളിയുന്നത്. നമ്മളൊരു കാര്യത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ മുന്നോട്ടൊരു കാര്യമായിട്ട് പോവുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് എടുത്തു വെച്ചു, ഇതെൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അതിനൊരു അപ്ഡേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മേലിരുന്ന് നമ്മൾ കുത്തിപ്പിടിച്ചിരുന്ന് നമ്മൾ പറയില്ലേ, കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അമേരിക്ക ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൗത്യം പെൻറ്റഗണിൻ്റേതല്ല, മറിച്ച് നൊവാഡ പരീക്ഷണ കേന്ദ്രത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഊർജ വകുപ്പിന് ആയിരിക്കും. എന്നാൽ അവിടെ പരീക്ഷണം പുനരുജ്ജീവിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത കൂടി വരുത്തി വയ്ക്കുമെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. ഏണസ്റ്റ് മോണിസ് എന്ന് പറയുന്ന മുൻ ഊർജ വകുപ്പ് മേധാവി പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ശേഖരിക്കാതെ നടത്തുന്ന ഒരു സ്റ്റണ്ട് സ്ഫോടനം തയ്യാറാക്കാനായിട്ട് ഒരു വർഷം എടുത്തേക്കാം എന്നാണ് പറയുന്നത്. അതായത് ഒരു തരത്തിലുള്ള ശാസ്ത്രീയ പരീക്ഷണം അവിടെ നടത്തുന്നില്ല. അപ്പോൾ വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയെങ്കിലും അത്തരത്തിലൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളം എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു മുതിർന്ന NNSA ഉദ്യോഗസ്ഥൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് കോറി ഹിൻഡൻസ്റ്റൈൻ എന്നാണ്. അദ്ദേഹം പറയുന്നത് ഏകദേശം $100 മില്യൺ ചെലവിൽ ഏജൻസിക്ക് ഒരു പുതിയ ലംബ ഷാഫ്റ്റ് കുഴിക്കേണ്ടി വരും എന്നൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ വിദഗ്ധർ തന്നെ പറയുകയാണ് ഇതൊന്നും ഇപ്പോൾ നടപ്പിലാകുന്ന കാര്യമല്ല മച്ചാനെ എന്നാണ് പറയുന്നത്. മാത്രമല്ല അനുഭവ സമ്പത്തുള്ള വിദഗ്ധരുടെയൊക്കെ ആവശ്യം ഈ ഒരു മേഖലകളിലൊക്കെ അനിവാര്യമാണ് എന്ന് നമുക്കറിയാം. ഏതൊരു മേഖലയിലും അതിൻ്റെ അനുഭവ സമ്പത്തുള്ള വിദഗ്ധർ ഉണ്ടാവേണ്ടത് അത്യാവശ്യവുമാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിക്കും സമയനഷ്ടത്തിനും പുറമെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിവുള്ള വിദഗ്ധർ എന്ന് പറയുന്നത് അമേരിക്കയിലില്ല എന്നുള്ളതാണ്. അതായത് വളരെ കുറവാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ ഉള്ളത്, വളരെ കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്കയെ ഇതുകൂടി അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദീർഘകാല ആണവ ഉദ്യോഗസ്ഥനായിട്ടുള്ള പോൾ ഡിക്മാൻ ഉണ്ട്. അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. പ്രായോഗിക പരീക്ഷണ പരിചയമുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ അമേരിക്ക ബുദ്ധിമുട്ടിയേക്കാം എന്നാണ്. അതായത് പ്രായോഗികമായിട്ട് നമ്മൾ പറയില്ലേ പ്രായോഗിക രാഷ്ട്രീയം എന്നൊക്കെ പറയില്ലേ, ഏതൊരു കാര്യത്തിലും പ്രായോഗികമായിട്ട് ഇത് നടത്താനുള്ള ശേഷിയുള്ള ആളുകളുടെ ആർജവമുള്ള ആളുകളൊക്കെ മുൻപന്തിയിൽ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ ഒരു കുറവ് അമേരിക്കയെ അലട്ടാം എന്നാണ് പറയുന്നത്. കഴിവുള്ള ടെസ്റ്റ് ഡയറക്ടർമാരൊക്കെ ബ്യൂറോക്രാറ്റുകളോ പവർ പോയിന്റ് ആൾക്കൂട്ടമോ അല്ല, മറിച്ച് അത് നഖത്തിനടിയിൽ ധാരാളം അഴുക്കുള്ള ആളുകൾ, അതായത് പ്രവൃത്തി പരിചയമുള്ള ആളുകളായിരിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹം പരിഹസിക്കുകയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും നടപ്പിലാക്കാതെ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്ന സുഖലോലുപതയിൽ മുഴുകിപ്പോയി എന്നുള്ള ഒരു പരിഹാസം കൂടി ഇതിലൂടെ പുറത്തു വരുന്നുണ്ട് എന്നാണ്. മറ്റൊന്ന്, റഷ്യയുടെ കുതിപ്പ് എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ ഒരു ആശങ്ക കൂടിയാണ്. ആ ആശങ്കയാണ് ഇപ്പോൾ നിലവിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാചാടോപത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ അധികാരികളൊക്കെ ആ പഴയ സംവിധാനങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. പൊടി തട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇനി നിലനിൽക്കുകയുള്ളൂ. ട്രംപ് പറയുന്നത് പോലെ വെറുതെ അവിടെ ഇവിടെയും ഒച്ച വെച്ച് നടന്നത് കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. രാജ്യങ്ങളൊക്കെ ഇവർ കരുതിയിരുന്ന പിന്നാക്കം നിന്നിരുന്ന രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരിക്കുന്നു, അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നോട്ട് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അമേരിക്ക അവരുടെ പോളിസികൾ എന്നുള്ളതാണ്. അപ്പോൾ റഷ്യ ആണെങ്കിൽ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളിലൂടെയൊക്കെ ആണവ ശക്തിയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ ആദ്യം പറഞ്ഞു പരിധിയില്ലാത്ത ദൂരമുള്ള ബ്യൂറേവെസ്നിക് ക്രൂയിസ് മിസൈൽ, അണ്ടർ വാട്ടർ ഡ്രോൺ ആയിട്ടുള്ള പോസിഡോൺ എന്ന് പറയുന്നവയുടെയൊക്കെ വിജയകരമായിട്ടുള്ള പരീക്ഷണങ്ങളാണ് പുടിൻ്റെ മേൽനോട്ടത്തിൽ, പുടിൻ
ഭരിക്കുന്ന റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നടത്തുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ ഭരണാധികാരി അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം, ഫണ്ട്, അതിനുവേണ്ടി ആളുകളെ വിനിയോഗിക്കുന്നു, അതിനുവേണ്ടി തന്നെ ഒരു ടീമിനെ നിയോഗിക്കുന്നു. അത് എപ്പോഴും ഇതിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അപ്ഡേഷൻസ് നടത്താനുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ ആ ഒരു ഭരണാധികാരി പോയിരിക്കുന്നു. ആ പോയതിൻ്റെ ഫലമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 2 വെപ്പൺസും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ആയുധങ്ങളിലും പ്രൊപ്പൽഷൻ യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും മികച്ചിട്ടുള്ള കോമ്പാക്റ്റ് ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. അപ്പോൾ റഷ്യ കൈവരിച്ച ഈ ഒരു മുന്നേറ്റമുണ്ടല്ലോ, ആ മുന്നേറ്റത്തിന് മുന്നിൽ ഈ പറയുന്നത് പോലെ 3 പതിറ്റാണ്ടുകളായിട്ട് അടച്ചുപൂട്ടിയിരിക്കുന്ന എന്ന് പറയുന്ന ഏറ്റവും പഴകി, നമ്മൾ പറയില്ലേ ദ്രവിച്ചിരിക്കുന്നു, ജീർണിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിൽ ഉള്ള ഈ പരീക്ഷണ കേന്ദ്രം കുത്തിപ്പൊക്കാനുള്ള ട്രംപിൻ്റെ ശ്രമമുണ്ട്. ട്രംപ് ഇപ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ജോ ബൈഡൻ ഭരണകൂടമായിക്കോട്ടെ, നമ്മൾ ട്രംപിനെ മാത്രം പറയുന്നത് കൊണ്ട് കാര്യമില്ല, ജോ ബൈഡൻ ഭരണകൂടമായിക്കോട്ടെ, ഈ ഭരണകൂടങ്ങൾ ഒന്നും തന്നെ 3 പതിറ്റാണ്ടായിട്ട് ഈ പറയുന്ന നൊവാഡ എന്ന് പറയുന്ന പരീക്ഷണ കേന്ദ്രം അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ വളരെ, നമ്മൾ പറയില്ല ചില കാര്യങ്ങൾ എപ്പോഴും സ്വിച്ച് ഓണോ ഓഫ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാലയൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഓണാക്കുകയും ഓഫ് ചെയ്യുകയും ചെയ്യേണ്ട ആള് ദിവസവും വന്ന് ഇത് സ്വിച്ച് ഓണാക്കി ഓഫാക്കി പോകുന്ന സംവിധാനങ്ങളുണ്ട്. ചില ഓഫീസുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ ഓഫീസുകളൊക്കെ കണ്ടാൽ നമുക്ക് അറിയാം ഇത് പ്രത്യേകിച്ച് ഇവിടെ പരിപാടികളൊന്നും നടക്കുന്നില്ല, ഈ ഒരു പരിപാടി മാത്രം പേരിന് വേണ്ടി, പ്രഹസനമാണ് സജി എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും നാളുകളായിട്ട് ഈ 3 പതിറ്റാണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണ കേന്ദ്രം യാതൊരു പരീക്ഷണങ്ങൾക്കും വിധേയമാകാതെ കിടന്നു? എന്തുകൊണ്ട് അവിടെ യാതൊരു പരീക്ഷണങ്ങളും നടക്കാതെ കിടന്നു? അത് ട്രംപിൻ്റെ തലയിൽ മാത്രം വെച്ചു കൊടുക്കേണ്ട ഒന്നാണെന്നും തോന്നുന്നില്ല. മറിച്ച് അതിനു മുമ്പുണ്ടായ ഭരണാധികാരി അപ്പോൾ പിന്നോട്ടുള്ള കാലഘട്ടങ്ങൾ 3 പതിറ്റാണ്ടാണ് പറഞ്ഞത്. ഈ 3 പതിറ്റാണ്ടിലെ ഭരണകൂടങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ ചോദിക്കില്ലേ കണ്ണിൽ മത്ത കുത്തിയിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നത് പോലെ ഒരു രാജ്യം വികസിക്കുക എന്ന് പറയാൻ അവരുടെ കയ്യിൽ കുറെ ഫണ്ടുകൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, സർവാധിപത്യം വരുമ്പോൾ അല്ലെങ്കിൽ ഏകാധിപതിയായിട്ടൊക്കെ വാഴുമ്പോൾ ചില സമയങ്ങളിൽ കൈവിട്ടു പോകുന്ന കാര്യങ്ങളുണ്ട്. അതായത് സുഖലോലുപതയിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നു പോകും എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ ആണവ പരീക്ഷണ നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം ചിതലരിച്ച് പൊടി പിടിച്ച് കിടക്കുന്നു. ഇനി അത് പൊടി തട്ടിയെടുക്കുമ്പോഴേക്കും ഏതാണ്ട് 1 വർഷമാകുമെന്ന് പറയുന്നു. ഈ 1 വർഷമാകുമ്പോഴേക്കും റഷ്യ എത്രയോ കാതം മുന്നിലെത്തിയിട്ടുണ്ടാകാം. എന്തായാലും അവർക്ക് ഇപ്പോഴെങ്കിലും ബുദ്ധി തോന്നി. നമുക്കറിയാം ഈ ആണവായുധങ്ങളൊന്നും പ്രയോഗിക്കാതിരിക്കട്ടെ, പക്ഷേ നമ്മളിവിടെ സംസാരിച്ച് വെച്ച കാര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് കൂടിയാണ് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.